ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പറഞ്ഞാ ഞാൻ പറഞ്ഞാ ഇവിടെ ഒരാളൊന്ന് മടിച്ചിക്കോതായിട്ട് സ്കൂൾക്ക് പോകാണ്ടിരിക്കുന്നുണ്ട്. വെറുതെ പറയട്ടെ, എൻ്റെ കുട്ടിക്ക് വയ്യാഞ്ഞിട്ടാണ് അല്ലേ? എൻ്റെ കുട്ടിക്ക് വയ്യട്ടാ, എൻ്റെ മീനുകുട്ടിക്ക് വയ്യ. മീനുട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കട്ടാ. പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുങ്ങി ഇപ്പോൾ മാറ്റി നിർത്തിയതാണ്. വയ്യട്ടോ, ഓൾക്ക് ഭയങ്കര ഛർദി ലൂസ് മോഷനൊക്കെയാണ്. അപ്പോൾ ഒന്നും സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ കുട്ടിയുടെ ടാലൻറ്റ് എക്സാം വരുന്നല്ലേ, ടാലൻറ്റ് എക്സാം വരുന്നു. പക്ഷേ പോകാൻ പറ്റില്ല. അപ്പോൾ ബബുലും ലീനും പോയിട്ടുണ്ട് അല്ലേ? പറയാത്തൊന്നോ, നിങ്ങൾക്ക് തീരെ വയ്യാത്തവരെ കിടക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതോളെ ബാഗിൽ ഓളെ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കണോണ്ടേ ഓളെ ബാഗിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ ഞങ്ങൾ വെച്ചിട്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക് അല്ലേ? ഞങ്ങൾ ഛർദ്ദിച്ചാലും മാറ്റാലോ എന്ന് വിചാരിച്ചിട്ടേ. കാരണം അത്രയ്ക്ക് ഡ്രസ്സോളൊന്ന് ഛർദ്ദിച്ചിട്ടും ഒക്കെ ആയിട്ട് ഓള് കൊളാക്കിയിട്ടുണ്ട് കുഞ്ഞാത്തു. ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നല്ലേ. അപ്പോൾ ഞങ്ങൾ അതും കൂടി അത് കാണിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതിൻ്റെ ഡോക്ടർ ടൈം ആവണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ പോകാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതാണ്. അതുപോലെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ലീവാണ്. അപ്പോൾ വേറെ ഡോക്ടറെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ സംഭവങ്ങൾ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും പിന്നെ മുണ്ടിരിക്കും പനിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ലെങ്കിലും ഒരു പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഛർദിയൊക്കെ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് സാധനം വന്നിട്ടുണ്ട്, വേഗം കാണിക്കട്ടെ അല്ലേ? എന്തൊക്കെ വന്നിക്കണം എനിക്ക് പറഞ്ഞു കൊടുത്താൽ ഞാൻ കാണിച്ചു കൊടുത്തട്ടാ. ഓളെ സാധനങ്ങളാണ്. അപ്പോൾ ഓളെ സാധനമല്ല, ഓളും ബബുലുവിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഓൾക്ക് തന്നെ കാണിക്കണം, അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് അറിയുന്നത്. നമ്മളത് വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ ചെയ്യാന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്തായാലും പോകാൻ നിൽക്കല്ലേ, അപ്പോൾ കാണിക്കാമെന്ന് തന്നെ. ഇത് നമുക്കേ എന്താ പറയുക, യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചെവിയിലൊക്കെ വെക്കാൻ അല്ലേ? എയർബെൻറ്റും അല്ല എയർപോഡും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാറ്റൊക്കെ ചെവിയിൽ കാറ്റൊക്കെ എടുക്കാതിരിക്കാൻ യാത്ര ടൈമിലൊക്കെ തണുപ്പടിക്കുമ്പോഴൊക്കെ ചെവിയിലേക്ക് കാറ്റൊക്കെ വരില്ലേ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടില്ലേ, 3 ആൾക്കും കിട്ടാം. ഇവർ കാറ്റൊക്കെ ബബുലുക്കും ഇതാ നല്ല റോസ് കളറും, ലീനോട്ടിന് നല്ല ഡാർക്ക് ബ്ലൂവാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്ത്. കണ്ണാടി വെച്ച പോലെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി ബൊമ്മക്കുട്ടിയാണ് ഇവർക്ക്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? 2 ചെവിയിലും ഇത് റാബിറ്റ് അല്ല, അത് 2 ചെവിയിലും ഇങ്ങനെ റാബിറ്റ് ഇരിക്കണ പോലെ ഉണ്ടാവും. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സൈഡ് വെച്ചെടുത്തടി ഇതാക്കി നല്ല രസമുണ്ടല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെന്താണ് നമുക്ക് പിന്നെ അതാ ആറ്റ ഇട്ട ഡ്രസ്സുണ്ടല്ലോ, അതൊന്ന് എനിക്ക് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ ഡ്രസ്സ് കണ്ടോ. ആറ്റ ഇട്ട ഡ്രസ്സും ഇതും ആമസോണിൽ തന്നെയാണ് അല്ലേ? ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇപ്പോൾ എന്താണല്ലേ ബാക്ക് അടിച്ചാൽ ബാക്ക് വെൽവെറ്റ് ഫുൾ വെൽവെറ്റ് വരണ കേട്ടാ. അതിൽ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കൂടി ബാക്കിൽ നാറ്റമ്മ നല്ല നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. കണ്ടാ നല്ല രസമുണ്ട്. അതിന് കഴുത്തിലിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സൈസ് കഴുത്താണെന്ന് വെച്ചാൽ അങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇതാക്കുന്ന സൈസുള്ള കഴുത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇട്ടാ. ഇതിന് എത്ര ഉള്ളൂ വെച്ചിട്ടാണ് ആകെ 215 ഉറുപ്പ്യറ്റുള്ളൂ ഒരു ഡ്രസ്സിന് വരുന്നത്. ഇതുപോലത്തെ കടയിൽ നിന്ന് ഞങ്ങൾ ഇതേ സംഭവങ്ങളിൽ നിന്ന് റേറ്റ് നോക്കിയവർക്ക് ഒരാളതിന് 800 സംതിങ് ആയിട്ട് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് എടുക്കണേ എനിക്കും 2-3 കൂട്ടി എടുത്തുവിടെ വിചാരിച്ചിട്ട് ഞങ്ങളന്ന് ഇങ്ങനെ എടുത്ത് കിട്ടാം. പക്ഷെ ഇത് എത്ര അലക്കിച്ചിട്ട് അപ്പോഴും ക്ലോത്തിന് ഇതിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അങ്ങനെ പിന്നെന്താ സംഭവം? പിന്നെ ലിനൂട്ടന് കുറച്ച് ട്രൗസർ വന്നിട്ടുണ്ട് അല്ലേ? 3/4 നോക്കട്ടെടാ. നല്ല ക്ലോത്താട്ടോ, ഒക്കത്തിന് നല്ല ക്ലോത്താണ് വരുന്നത്. ഓൺലൈൻ വഴി എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഡ്രസ്സിൻ്റെ കാറ്റ് ചിലർക്കൊരു പേടിയുണ്ടാവും. പക്ഷേ എനിക്ക് ആമസോണിൻ്റെ ഡ്രസ്സിൻ്റെ ക്ലോത്ത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലോത്താണ്. ഇത് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്, അലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ 3 കളറാണ് വന്നിട്ടുണ്ട് അല്ലേ? നല്ല കളറ് നല്ല 3 കളറോളാം കേട്ടോ. ഒരു ബ്ലാക്കും ഒരു ക്രീമും പിന്നെ തടി ഒരു ഡാർക്ക് ബ്ലൂവാ. ഡാർക്ക് ബ്ലൂ അല്ലേ? സ്വർണ്ണാലല്ലേ കാണാൻ പറ്റിയ നോക്കട്ടോ. ഞാൻ അങ്ങോട്ട് കാണിക്കട്ടോ. ഇതാ നല്ല ഡാർക്ക് ബ്ലൂ. ഇതിങ്ങനെ 3 വന്നിട്ടുള്ളത്. ഈ 3 ഇതിനും കൂടി ഒരു പൂച്ച തകത്തുനിന്ന് പോകണം.
ഇവിടെ നമ്മളോടൊരു മുണ്ടാത്ത പൂച്ച ഉണ്ട് കേട്ടോ. അത് കാരണം അത് അവുത്ത് കയറിയാലൊന്നും അറിയൂല, മുണ്ടാൻ പറ്റൂല. നമ്മളെ പൂച്ചകളെ അവുത്ത് കഴിയുമ്പോൾ ഞാൻ കേൾക്കുമ്പോഴല്ലേ നമ്മൾ അറിയാം. ഈ പശു മുണ്ടൂല, അത് മുണ്ടെന്ന് കേട്ടിട്ടല്ലേ. അപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ചുമക്കലും തുടങ്ങിയിട്ട് ഞങ്ങൾ ഡോക്ടറെ ടൈം ആകുമ്പോഴത്തേനോട് എത്തണം. നേരെ പനിയും വരുന്നുണ്ട് റബ്ബേ, എന്തൊക്കെയാവോ. അപ്പോൾ അതാ ഈ 3 ട്രൗസർ, ഇതിന് 3 കൂടി എത്ര ആയിരിക്കും റേറ്റ്? അപ്പോൾ കുറേ ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആമസോണിൻ്റെ സാധനങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ റേറ്റും കൂടി പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ 3 കൂടി റേറ്റ് വരുന്നത് എത്ര? 415 രൂപ. 315 415 എന്തുവാണ് തോന്നുന്നുണ്ട് കേട്ടോ. 3 കൂടി കോംബോ റേറ്റ്. ഞാൻ കറക്റ്റ് ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ അതിൽ കാണിക്കട്ടെ. നല്ല ഡ്രസ്സാണ്. 400 300 അങ്ങനെ എത്രയോ ആണ് സംഭവം. നല്ല ക്ലോത്താണ്. പിന്നെ വീട്ടിലും നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രൗസറാണ്. പിന്നെ ഇതെന്താണ്? ഇത് മികച്ചതാണ്. ഇതതുപോലെ ഞാൻ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന തന്നെ ഒരു ട്രാക്ക് പാൻറ് എടുത്തതാണ് കേട്ടോ. നല്ല ക്ലോത്ത് തന്നെ, പാൻറ് നല്ല ക്ലോത്ത്. നമ്മളിപ്പോൾ ഈ ട്രൗസറിൻ്റെ ക്ലോത്ത് കാണിച്ചപ്പോൾ തന്നെ നല്ല ക്ലോത്താണ് വരുന്നത്. സൈഡിൽ 2 പോക്കറ്റൊക്കെ ആയിട്ട്. പിന്നെ ടൈറ്റ് ഒന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മളെ പലാസോ പാൻറ് ഉണ്ടാവില്ല, അതിൻ്റെ ടൈപ്പിൽ തന്നെ കുറച്ച് ലൂസ് ടൈപ്പ് പാൻറ്റാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ടോപ്പോടെ കൂടെ, പിന്നെ അതുപോലെ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റായിട്ട് തോന്നിയിട്ടാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളും നല്ലതാണ് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ 2 വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ 2 കളറും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഇടാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ സുഖം വെച്ചാൽ നമുക്ക് കുറച്ച് തോനെ കാലം ഉപയോഗിച്ചിട്ട് തോനെ കാശിൻ്റെ കൊടുത്തിട്ട് തോനെ കാലം ഉപയോഗിക്കാൻ പറ്റാതിനൊക്കെ നല്ലതല്ല. കുറച്ച് കാശിന് കൊടുത്തിട്ട് നമുക്ക് അധിക കാലം ഉപയോഗിക്കാൻ നല്ല ഷോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുമല്ലേ. ഞാൻ വെറുതെ എന്തിനപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന പോലെ എടുത്തതാണത്. എൻ്റെ കുട്ടി അല്ലേ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്താണ് ഈ സാധനങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ വെറുതെ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് നമ്മളൊരു വിശേഷങ്ങളും വർത്താനൊക്കെ ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ലൈവ് വന്ന പോലെ ചോദിക്കണം വെറുതെ. നമ്മുടെ വീഡിയോ നമ്മളതിൽ ചാനലിൽ നമ്മൾ ലൈവ് വന്നു. ക്യാമറ പൊടി എന്തോ പിടിച്ചാണ്. ചാനലിൽ നമ്മളിതുവരെ ലൈവ് ഒറ്റ തവണയായിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോഴാണ് ചാനൽ തുടങ്ങിയ സമയത്തായിട്ട് ഒരിക്കൽ ലൈവ് വന്നിട്ടുണ്ട്. പിന്നെ ലൈവ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒക്കെ വരണ്ടല്ലേ. എന്തായാലും നമ്മൾ ആയിഷയുടെ കഥ ഏകദേശം ഇതാ ക്ലൈമാക്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മീനൂട്ടിയുടെ അഭിനയമൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞേലേ. ഇഷ്ടമായില്ലേ ചേച്ചൊക്കെ? മീനൂട്ടിയുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ കുട്ടിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നതാണ് അല്ലേ. നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് കുറേ ആൾക്കാർ കമൻ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ പറഞ്ഞ് അമ്മ കുട്ടിയുടെ അഭിനയം നല്ല രസമായിട്ടുണ്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് ഇമ്മച്ചൊക്കെ കേൾപ്പിച്ച് തരുന്നിട്ടാണ്. ഇപ്പം ഞാൻ മെസ്സേജ് അല്ലേ വന്നിരിക്കുന്നത്, ഇങ്ങനെ കേൾപ്പിച്ച് തരിക. വോയിസ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്, മെസ്സേജ് ആയിട്ട് വരികയല്ലേ. അപ്പോൾ എന്നോട് ഇമ്മച്ചി എന്നൊക്കെ വായിച്ചിട്ട് കേൾപ്പിച്ച് തന്നാൽ മതി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തൊക്കെ അല്ലേ എന്തൊക്കെയാണ് കമൻസ് വന്നിരിക്കണതൊക്കെ വായിച്ചു കൊടുത്തില്ലേ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. പിന്നെ എന്തൊരു കാര്യം കൂടി പറയാൻ മതി. കഴിഞ്ഞ തവണത്തെ ആമസോണിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ ബാഗുകളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ബാഗ് എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അതിനൊരു ബാഗ് എടുക്കണം പോണതായിട്ട് എവിടെക്കോ പോണ സമയത്താണ് അത് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ബാഗുകളൊക്കെ ഏതിൽ എടുത്തിരുന്നു ചോദിച്ചിരുന്നു. അപ്പോൾ ആമസോണിൽ തന്നെയാണ് ബാഗുകളൊക്കെ എടുത്തിരുന്നത്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഓരോരോ ബാഗുകൾ ഇതങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഈ ബാഗുകൾ ഇതൊക്കെ ഈ കാണുന്ന ബാഗുകളൊക്കെ ആമസോണിൽ നിന്ന് എടുത്ത ബാഗുകൾ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റുകൾ ഞാനിങ്ങനെ കൊടുക്കാം. ഇത് വൈറ്റിന് ഇത്ര, ഇതിന് എന്താ പറയുക, ഇതിന് ഇത്ര. ഈ ഒരു ബാഗ് നല്ല ഇഷ്ടമായിട്ട് എനിക്ക്. കാരണം ഇത് കാണാനൊരു കുഞ്ഞാപ്പി ബാഗാണ് വെച്ചാലും അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല കൊള്ളുന്നുണ്ട്. 3 അറഞ്ഞ സൈഡിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോണാണെങ്കിലും ഞാൻ 2 ഫോണും പിന്നെ അത്യാവശ്യം നമ്മളെ ലൈസൻസ് അതേപോലെ ATM കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ 3 സെറ്റാക്കിയിട്ട് വെക്കാം. എപ്പോഴും വരേണ്ട അപ്പത്തെ ചില ബാഗ് എടുത്ത് തുറക്കുമ്പോൾ നമ്മൾ ആവശ്യം ഇപ്പോൾ ഫോണാണ് ബെല്ലടിക്കുന്നത് വെച്ചാൽ ഫോണിന് വേണ്ടിയിട്ടാണ് ബാഗ് തുറക്കുമ്പോൾ ലാസ്റ്റ് എടുക്കുന്നത് കിട്ടുന്നത് അതേക്കാരം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിനാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതേക്കാരം ഏറ്റവും ലാസ്റ്റ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ 3 അറകളൊക്കെ ഉള്ള ബാഗായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്നറയിൽ നിന്ന് നമുക്ക് വെക്കണവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാൻ തോന്നി. പിന്നെ ആ വൈറ്റിനൊക്കെ ഒറ്റ സിബ് വരുന്നുള്ളൂ കേട്ടോ, ഒറ്റ അറേ വരുന്നുള്ളൂ. പിന്നെ മറ്റേത് രണ്ടിനും ബാക്കിൽ ചെറുതായിട്ട് ഒരു അറ വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഒരൊറ്റ അറയായിട്ടും വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കുട്ടി ബാഗ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ പോവാൻ നോക്കട്ടെ പറഞ്ഞിട്ടാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആയിഷയുടെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരും അല്ലേ. എൻ്റെ മുടിമത്ത് കെട്ടിക്കുന്ന സാധനം ഇവിടെ ടിപ് ടോപ്പ്. അപ്പോൾ ഞങ്ങൾ പോയോക്കട്ടെ, ഹോസ്പിറ്റലിൽ പോയോക്കട്ടെ. എൻ്റെ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയോക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആയിഷാൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.
കേട്ടാ എന്നുവെച്ചാ പത്തുമ്മ